നമസ്കാരം. ഞാൻ ഹൈഡ്രോ പവർ എഞ്ചിനീയേഴ്സ് മണികണ്ഠനാണ്. ഇവിടെ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് പൊന്നാനി. നമ്മൾ ഒരു വർഷം മുമ്പ് ഒരു യൂട്യൂബിൽ നമ്മുടെ ഈ സൈറ്റ് കമ്മീഷനിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓൺ ഫെസ്റ്റിവലിൻ്റെ അതിന് അവർക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇടയിൽ ബ്ലോക്കായി പറഞ്ഞാൽ ഒരു ബിസിനസ് മൊത്തം ബ്ലോക്കാകും. സോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ടോട്ടലി സർവീസിന് വന്നിരിക്കുകയാണ്. ഇപ്പോൾ സർവീസ് എല്ലാം കഴിഞ്ഞു. അവർ വിളിച്ച ഉടനെ ഞങ്ങൾ പെട്ടെന്ന് വന്നതിൻ്റെ സർവീസ് എല്ലാം കഴിഞ്ഞു. ഇതേപോലെ മൊത്തം 4 ടീമും നമ്മുടെ കേരളത്തിൽ ഇന്ന് വെളിയിലുണ്ട്. അതായത് ഓരോ സൈറ്റിലും അവർ അഡ്വാൻസ് ആയിട്ട് വിളിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയും. എന്താ പറഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഈ സമയത്ത് നമ്മുടെ ഓണത്തിനാണ് മെയിനായിട്ട് വെളിച്ചെണ്ണയുടെ ബിസിനസ് അധികം പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കംപ്ലീറ്റ് വന്ന് എല്ലാം ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് എല്ലാം അഴിച്ച് എല്ലാം സർവീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം ഒരു കമ്മീഷനിങ് പിന്നെ ഒരു റീകമ്മീഷനിങ് ചെയ്തതാണത്. നമ്മുടെ കസ്റ്റമറിനോട് തന്നെ പറയുന്നത് എങ്ങനെയാണ് അവർ അതിൻ്റെ ഫീഡ്ബാക്ക് വേണം. അപ്പോൾ നമ്മൾ ഹൈഡ്രോ പവർ എഞ്ചിനീയേഴ്സിൻ്റെ മെഷീൻ വാങ്ങിച്ച് 1 വർഷം കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ വിളിച്ചോ വന്നോ, അതിന് ശേഷം ഇടയിൽ വിളിച്ചിട്ടോ ചെറിയ ഇതിന് ബ്ലോക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അതല്ലാണ്ട് നമ്മൾ വീഡിയോ എങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം ഞങ്ങളുടെ സർവീസ് എങ്ങനെയാണ്, നമ്മുടെ കമ്പനിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്? ഏകദേശം 1 വർഷത്തോളമായി ഈ മെഷീൻ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അതിലൊക്കെ ചെറിയ കംപ്ലൈൻറ്റ് അല്ലാണ്ട് മേജർ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. വന്ന കംപ്ലൈൻ്റ് ആണെങ്കിൽ ഒരു കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുകയും ചെയ്ത് ഇത് വന്ന് റിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാം ഓടിച്ചതെല്ലാം ഓക്കെ ആയില്ല? ഓക്കെയാണ്. ഇപ്പം നമ്മൾ ഇത് മാത്രമല്ല, ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മൊത്തം 4 ടീമായിട്ടാണ് ഞങ്ങൾ ആളുകളെ വിട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സൈറ്റിൽ അവർക്ക് ജസ്റ്റ് ഒരു ജനറൽ ചെക്കപ്പിന് അയച്ചു വിട്ടിരിക്കുകയാണ്. എന്താ പറയുക, ബിസിനസ് ഓണം അതാണ് മെയിൻ. അപ്പോൾ ഇതല്ലാണ്ട് ഞങ്ങൾ ഇപ്പോൾ അടുത്ത പ്ലാന്റ് കണ്ണൂർ ഇതെല്ലാം ഇപ്പോൾ കഴിഞ്ഞതാണ്. അടുത്ത ഇനി ഒരു 2 പ്ലാന്റ് നമ്മുടെ ഇതിന് കമ്മീഷനിങ് വരുന്നുണ്ട്. അതിലും ആ ഒരു വീഡിയോ നമ്മളിടും. അപ്പോൾ ടോട്ടലായിട്ട് എല്ലാ കസ്റ്റമറും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കസ്റ്റമറെ ഞങ്ങൾ മെഷീൻ കൊടുത്തു പറഞ്ഞിട്ട് എപ്പോഴും വിടുന്നില്ല. എത്ര വർഷമായാലും വിളിച്ച് സംസാരിക്കുന്നുണ്ട്, അതേപോലെ ഫീഡ്ബാക്ക് പറയുന്നുണ്ട്. കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവർ വിളിക്കുകയും ചെയ്യും. ഇല്ല നമ്മൾക്ക് എന്തെങ്കിലും ഞങ്ങൾ തിരിച്ചു വിളിക്കുക എങ്ങനെ ഓടുന്നുണ്ടെന്ന്. അത് കാരണം മെഷീൻ വാങ്ങിച്ചു പറഞ്ഞിട്ട് ആരും ഇത് ചെയ്യണം, സപ്പോർട്ട് ചെയ്തില്ല, ഒരു ഇതും പറയാൻ പാടില്ല. നമ്മൾ എപ്പോഴും സപ്പോർട്ടിങ് ആണ്. അത് നമ്മുടെ കസ്റ്റമറെ വിളിച്ച് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അറിയാം. അപ്പോൾ ഇന്ന് കമ്മീഷനിങ് കഴിഞ്ഞു. അടുത്ത വീഡിയോ നമുക്ക് ഒരു വലിയൊരു പ്ലാന്റിൻ്റെ കമ്മീഷനിങ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് വീഡിയോ ഇടാം. നമസ്കാരം.